നമസ്കാരം. നമുക്ക് ഒരു ആലു പൊറോട്ട ഉണ്ടാക്കാവേ. അപ്പം അതിൻ്റെ ഗ്രേവി, അതിനകത്ത് വയ്ക്കുന്ന ഗ്രേവി ഞാൻ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടിയും ഇനി മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താണ് ഞാൻ അതിൻ്റെ ഇതുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ആദ്യം ഉണ്ടാക്കാം. അതുണ്ടാക്കിയതിന് ശേഷം വേണം നമുക്ക് റൊട്ടി എന്ന് പറയുന്നത് ചപ്പാത്തിയുടെ അകത്ത് ഇടാൻ വേണ്ടി ഇതിൻ്റെ മസാല. അപ്പം ചിലർ മസാല തന്നെ, ചിലർ പിന്നെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വേവിച്ച് പൊടിച്ച് അങ്ങനെ തന്നെ ചേർക്കാറുണ്ട്, വേവിച്ച് കുടച്ച് നന്നായിട്ട്. അപ്പം നമുക്ക് ഈ ഇതിനകത്ത് വെച്ചിങ്ങനെ ഇത് പരത്തിയെടുക്കണമല്ലോ. അപ്പം നല്ല ഇതായിട്ട് വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് അങ്ങനെയാണ് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ മുഴച്ചിരിക്കുമല്ലോ നമ്മളിങ്ങനെ പരത്തുമ്പോഴേ. അപ്പം പിന്നെ മസാലക്കൂട്ട് ചിലർ മസാലപ്പൊടി മാത്രം ഇടാറുണ്ട്, ചിലർ മഞ്ഞൾപ്പൊടി അണിച്ചിട്ട് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, ശകല എരിവും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ ഗ്രേവി നമ്മളിങ്ങനെ നന്നായിട്ട് കഷ്ടി എടുക്കുക. ചപ്പാത്തിക്ക് നമ്മൾ ഉരുട്ടുമ്പം അതിനെ നടുക്ക് വെച്ചിട്ടാണല്ലോ ഇത് നമ്മൾ പരത്തി എടുക്കണ്ടേ. അപ്പം കുറച്ച് നന്നായിട്ട് ഇതായില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രേവി. ഓക്കെ, അത് ഇനി നമുക്ക് ചപ്പാത്തി നമുക്ക് പരത്തിയെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഉണ്ട ഉരുട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ അത് ഒരു എണ്ണ എടുത്തിട്ട് അതിനകത്തോട്ട് ഞാനിതിങ്ങനെ ചെയ്യുവാണ്. ഈ മസാല ഇട്ടിട്ട് ഇതിങ്ങനെ ഇത് ഈ കുറച്ച് പൊടിയിലും കൂടി മുക്കിയിട്ട് വേണമായിരിക്കും ഇത് നമ്മൾ പരത്താനായിട്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ പരത്തിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു കട്ടിയിലൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ നോർത്ത് ഇന്ത്യൻകാർ പെട്ടെന്നൊക്കെ ഉണ്ടാക്കും. നമ്മൾ സൗത്ത് ഇന്ത്യൻകാർ ഇത്രയധികം ഉണ്ടാക്കാത്തത് കൊണ്ട് നമുക്കൊരു ഉണ്ടാകും. എന്നാലും ഇതിപ്പോൾ ആലുവിൻ്റെ നമ്മൾ ഉരുളക്കിഴങ്ങും അതിൻ്റെ മസാല കുറച്ച് ഒരു ഇതായിട്ടുണ്ട്, കുറച്ചുകൂടി ഒരു ഇതാകണമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇതുപോലെയാണ് അതിൻ്റെ ഉണ്ടാക്കി എടുക്കേണ്ടത്. ചില സമയത്ത് നല്ല ഇതായിട്ട് കിട്ടും, ചിലപ്പോൾ നമുക്കതൊരു പിടിക്കും. ഇങ്ങനെ ഉണ്ടാകും. ഇതുപോലെയാണ് ഓരോന്ന് എടുക്കേണ്ടത്. അതായത് ഉണ്ട ഇട്ടിട്ട് നമ്മൾ പിന്നെ ഇതിനകത്ത് കുറച്ച് ഇങ്ങനെ ഇത് വെച്ചിട്ട് നമുക്കത് ഈ ഗ്രേവി ഇതിനകത്ത് ആകത്തക്ക രീതിയിലുള്ള ഒരു ഇത് ഉണ്ടാക്കാനാണ്. ഇത് കുറച്ച് ഒരു ലിക്വിഡ് പോലെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഇത്രയും ഇത് കുറച്ചൊരു ഇതായിപ്പോയത് കൊണ്ടാണ് കേട്ടോ. സാരമില്ല. ഇങ്ങനെ നമുക്ക് കുറച്ച് ഇങ്ങനെ വലിയുമ്പോഴത്തേനും നമ്മൾ കുറച്ച് പൊടി കൂടുതൽ മുക്കി അങ്ങ് പരത്തിയാൽ മതി. അപ്പം തന്നെ ശരിയായിക്കോളും. ഓക്കെ, എടുക്കാവേ. അപ്പോൾ ഞാൻ എണ്ണ തൂത്തിട്ടുണ്ട് അങ്ങോട്ട് ഇടാം. കുറച്ച് പുറത്തുകൂടി തൂത്ത് കൊടുക്കാവേ. അപ്പോൾ ഇത് അതുകൊണ്ട് മറ്റേ നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ പൊങ്ങി വരത്തില്ല. എന്നുവെച്ചാൽ ഇതിന് ഇങ്ങനെ ഇതുള്ളത് കൊണ്ടേ ഇനിയിപ്പം രണ്ട് വശവും തിരിച്ച് ഇങ്ങനെ എണ്ണയിൽ ഇത് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രേവി ഇതിനകത്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടി ഇപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ കറി ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. പിന്നെ ചിലർ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്, കുഴപ്പമില്ല, നല്ല ഇതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ ആലു ഉരുളക്കിഴങ്ങ് വെച്ചിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് പല സാധനങ്ങൾ ഇതിനകത്ത് വെച്ച് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. മേത്തിയുടെ ഇല കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും.